അപ്പം ഈ മൃഗങ്ങൾക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണവും വെള്ളവും വൻകാടുകളിൽ റിസർവ് ഫോറസ്റ്റിൽ ഒരുക്കേണ്ട ഫോറസ്റ്റ് അവിടെ മുഴുവൻ വെട്ടി നിരത്തി ഇതുപോലെ മരം സൃഷ്ടിച്ചു. ഇതാണ് ഒന്ന്. രണ്ടാമത് കോഴിക്കോട്ടങ്ങാടിയിൽ എങ്ങനെയാണ് പുലി വരുന്നത്? നിങ്ങൾ ആലോചിക്കണം. മഞ്ചേരി എങ്ങനെയാണ് വരുന്നത്? തിരുവനന്തപുരത്ത് വരും. സെക്രട്ടേറിയറ്റിനകത്ത് പുലി വരും. അധിക താമസമൊന്നുമില്ല. എന്താ കാരണം? ഇവിടെ പല ആളുകളും പറയുന്നത് ഈ മനുഷ്യരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാക്കി കാട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള പല രീതിയിലുള്ള ഗൂഢാലോചനകളും ഈ പറയുന്ന ലോബിക്കകത്ത് നടക്കുന്നുണ്ട്. ഇതൊരു ഇൻ്റർനാഷണൽ ലോബിയുടെ ഇടപെടലാണ്. പത്രക്കാർ ദയവായിട്ട് അതുകൂടെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലൂടെ കടന്നുപോയി മംഗലാപുരത്തു കൂടെ പോയി അത് കഴിഞ്ഞ് ഗോവയുടെ വടക്കൻ അതിർത്തി കഴിഞ്ഞ് മഹാരാഷ്ട്ര കഴിഞ്ഞ് ഗുജറാത്തിൽ പോയിട്ടാണ് ഈ പശ്ചിമഘട്ടം അവസാനിക്കുന്നത്. ഈ മേഖലകളിലെ മുഴുവൻ ഇവിടുത്തെ വനസാന്നിധ്യം നമുക്കറിയാം. ആഗോളതാപനം വർദ്ധിക്കുകയാണ്. ആഗോളതാപനം വർദ്ധിക്കുന്നതിന് ഇവിടെ അതിനെ നിയന്ത്രിക്കാൻ കാടുകൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ പശ്ചിമഘട്ടം അതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആ പശ്ചിമഘട്ടത്തെ വനവ്യാപ്തി വർദ്ധിക്കുക എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ആ ലോകത്തിൻ്റെ ആവശ്യം നിറവേറ്റാനാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം പ്രതിസന്ധിയിലാകുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യണം ആര്? ഗവൺമെൻറ്. അത് നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട. ലോകത്തിൻ്റെ ആവശ്യമാണ് പശ്ചിമഘട്ടത്തിൻ്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കൽ. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന ഫണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാർബൺ ഫണ്ട്. എന്തുകൊണ്ടാണ് കാർബൺ ഫണ്ട്? ലോകത്ത് കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് വലിയ ഇൻഡസ്ട്രിയൽ രാജ്യങ്ങൾ ഈ കാർബൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കാർബൺ ചൂട് വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ വാഹനമൊക്കെ ഇപ്പോൾ എന്താ പെട്രോൾ മാറ്റി ഡീസൽ മാറ്റി പെട്രോളും CNG ആക്കുന്നത്? പുക നിയന്ത്രിക്കാനാണ്, കാർബൺ നിയന്ത്രിക്കാനാണ്. ഇതിൻ്റെ ആവശ്യം എന്താണ്? ഇത് പ്രകൃതിയിലേക്ക് ഒരുപാട് ചൂട് വർദ്ധിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ, ഇത് നിയന്ത്രിക്കാൻ പല വ്യവസായ രാജ്യങ്ങളും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ കുറക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല. അങ്ങനെയാണ് 2014 15 പാരീസിൽ വെച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ സമ്മേളനം നടത്തുന്നത്. പാരീസ് കോൺഫറൻസ് എന്ന് അതിന് പറയാം. ആ കോൺഫറൻസിലെടുത്ത തീരുമാനമാണ് എന്ത്? ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നത് അവർ കുറക്കുന്നില്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണം കൊടുക്കണം. ആർക്ക്? യുണൈറ്റഡ് നേഷൻസിന്. അതാണ് കാർബൺ ഫണ്ട്. ആ പണം എന്താണ് ചെയ്യേണ്ടത്? ആ പണം ഇത്തരത്തിലുള്ള മലബാരങ്ങളിൽ ജനങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യം നല്ല രീതിയിലാക്കാനും അവിടെ വനവൽക്കരണം നടത്താനും അവർക്ക് ആ പണം കൊടുക്കണം. 5 പൈസ ഈ ഫണ്ടിൽ നിന്ന് ഈ മലയോര മേഖലയിൽ ഈ പശ്ചിമഘട്ടത്തിൽ ഒരാൾക്കും കിട്ടിയിട്ടില്ല. ഈ പണം മുഴുവൻ ഈ IFSകാർ കൊള്ളയടിച്ച് പോവാണ്. രാഷ്ട്രീയക്കാർക്ക് പോലും അറിയില്ല സത്യത്തിൽ ഈ പണം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ആവശ്യം എന്താണ്? ഇവിടെ വനവ്യാപ്തി വർദ്ധിക്കണം. ഇവിടെ കേരളത്തിലെ വനം 10,000 ഹെക്ടർ വർദ്ധിച്ചു എന്ന നിയമസഭയിൽ കൊടുത്ത കണക്ക്. ഭൂമി പെറ്റുപെരുകുമോ? അപ്പോൾ എങ്ങനെയാണ് വനം വർദ്ധിച്ചത്? എൻക്രോച്ച് ചെയ്യാണ്. എൻക്രോച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ എൻക്രോച്ചേഴ്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റാണ്. റവന്യൂവിൻ്റെ ഭൂമി, PWDയുടെ ഭൂമി, കൃഷി ഫാമിൻ്റെ ഭൂമി. ഇവിടുത്തെ ആ മുണ്ടേരി ഫാം പത്രക്കാർ നിങ്ങൾ ഇന്നൊന്ന് പോയി അന്വേഷിക്കണം. 1500 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു മുണ്ടേരി ഫാമിന്. 500 ഏക്കർ ഇവർ പിടിച്ചെടുത്തു. EFL എന്ന് പറഞ്ഞിട്ട്. EFL എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ ഭൂമി തന്നെ പിടിച്ചെടുക്കുന്നു. ഇപ്പം എന്താ? പുഴയിലേക്ക് കിടക്കുകയാണ്. അതാണ് ഈ ഭേദഗതിയുടെ ഏറ്റവും വലിയ വിഷയം.